ഇന്ന് കോട്ടയത്ത് കൗതുകകരമായ ഒരു പത്രപരസ്യം വന്നു. വോട്ട് നേടാൻ അവസാന തന്ത്രവുമായാണ് കോട്ടയത്തെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ രംഗത്ത് വന്നിരിക്കുന്നത്. LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് താൻ മത്സരിക്കുന്നതെന്നാണ് ചാഴിക്കാടന്റെ പരസ്യം. പത്രങ്ങളിൽ ഒന്നാം പേജിലാണ് ചാഴിക്കാടൻ പരസ്യം നൽകിയത്. നേരത്തെ കോട്ടയത്ത് രാഹുൽ ഗാന്ധി വന്നത് തനിക്ക് വോട്ട് തേടാനാണ് എന്ന് LDF പ്രചരണം നടത്തിയിരുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇത് കേരളത്തിൽ 20 മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ആദ്യമായി ഒരുപക്ഷെ ഒരു LDF സ്ഥാനാർത്ഥി താൻ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് എന്ന് അവകാശപ്പെടുന്നത് കോട്ടയത്തായിരിക്കും. ഇതിലൂടെ എന്താണ് ചാഴിക്കാടൻ ലക്ഷ്യം വെക്കുന്നത്? ഏത് തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ കേരളത്തിലും ഇന്ത്യ മുന്നണി സഫലമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചാഴിക്കാടന്റെ ആ പരസ്യത്തിൽ നിന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ സാധിക്കും. എന്തായാലും ചാഴിക്കാടന്റെ ലക്ഷ്യം മറ്റൊന്ന് തന്നെയാണ്, അത് വോട്ട് കിട്ടുക എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി കോട്ടയത്ത് എത്തിയപ്പോൾ പോലും അത് തനിക്ക് വേണ്ടി വോട്ട് തേടാനായി എത്തിയതാണ്. തനിക്കാണ് അതിന്റെ ഗുണമുണ്ടാകുക. കാരണം ജയിച്ച് ഡൽഹിയിൽ പോയാൽ താനാണ് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുക. അതായത് ഫ്രാൻസിസ് ജോർജിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പോലും രാഹുൽ ഗാന്ധി വേദിയിൽ തയ്യാറായില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെയും തോമസ് ചാഴിക്കാടന്റെയും പ്രചരണം ആ ദിവസത്തിന്റെ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഫലത്തിൽ ഒരു UDF മുഖം എന്ന നിലയിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഫലത്തിൽ ഒരു UDFന്റെ ചിഹ്നം എന്ന നിലയിൽ തന്നെ അവതരിപ്പിക്കാൻ, അതായത് ഈ ആദ്യം ഇറങ്ങിയ പ്രചരണ ബോർഡുകളിൽ പലയിടത്തും LDF എന്നത് ഓരോ പ്രദേശത്തിനനുസരിച്ചും വളരെ ചെറിയ അക്ഷരത്തിലൊക്കെ കൊടുത്തത് UDF ആയുധമാക്കിയിരുന്നു. എന്തായാലും അതിന്റെ തുടർച്ചകൾ പലതരത്തിൽ പ്രചരണത്തിലും കണ്ടിരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും LDF ഇന്ത്യ മുന്നണി, അങ്ങനെ ഒരു മുന്നണി എന്ന നിലയിലാണ് ചാഴിക്കാടൻ കോട്ടയത്തെ വോട്ട് തേടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇതിനൊക്കെ ഫലത്തിൽ ഇന്നത്തെ പരസ്യത്തിനപ്പുറത്തേക്ക് ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് ഇതിനകം തന്നെ കേരള കോൺഗ്രസ് എമ്മും തോമസ് ചാഴിക്കാടനും ഒക്കെ വ്യക്തമാക്കിയതാണ്. അതായത് തങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ പോലും മനസ്സ് തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനും അവർ ശ്രമിച്ചിരുന്നു. എന്തായാലും UDF നേതാക്കളുടെ വാർത്താ സമ്മേളനം 12:30 വിളിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ വിളിക്കുന്നുണ്ട്. നേരത്തെ ഈ രാഹുൽ ഗാന്ധി തങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മുന്നണിയിലാണ് എന്ന് വ്യക്തമാക്കണം എന്നുകൂടിയായിരുന്നു അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇന്നൊരു പുതിയ മുന്നണിയുടെ പേര് കൂടി പുറത്തു വരികയാണ്. അത് LDF ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ്. നമുക്കറിയാം കോട്ടയത്തെ പോരാട്ടം ഈ ചിഹ്നമൊഴിച്ചാൽ ബാക്കി വലിയ ആത്മവിശ്വാസത്തിലാണ് ജോസഫ് വിഭാഗം എന്നുള്ളതാണ്. ഈ സർവേകളൊക്കെ ജോസഫ് വിഭാഗത്തിന് വിജയം പറയുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട്. വലിയ പ്രചരണം എല്ലാ നേതാക്കളിലും ഇറങ്ങി ആ തലത്തിൽ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി നടത്തുന്നുമുണ്ട്. മറുഭാഗത്ത് എന്തെങ്കിലും ആശങ്കയുണ്ടോ ഈ കാര്യങ്ങളിൽ? അതുകൊണ്ടാകുമോ ഇത്തരം ഒരു അവസാനവട്ട തന്ത്രവുമായി ചാഴിക്കാടൻ രംഗത്ത് വന്നിരിക്കുന്നത്? തീർച്ചയായും ആശങ്കകൾ പലതുണ്ട് രഞ്ജിത്ത്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്ക തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ടുകൾ അത് എങ്ങനെയാകും എന്നുള്ളത് തന്നെയാണ്. കാരണം തുഷാർ വെള്ളാപ്പള്ളി SNDPയുടെ വോട്ട് പിടിക്കുകയാണ് എങ്കിൽ അത് പരമ്പരാഗതമായി വൈക്കം, ഒപ്പം തന്നെ പാർട്ടി കേന്ദ്രങ്ങളായ കുമരകം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ അത് തങ്ങളുടെ വോട്ടുകൾ LDF വോട്ടുകൾ ചോരുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. ആ കേന്ദ്രങ്ങളിൽ നിരവധി കുടുംബയോഗങ്ങൾ ഏറ്റവും അവസാന ദിവസങ്ങളിൽ CPM നേതാക്കൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്തായാലും അതിനൊക്കെ മുൻപ് തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ചാഴിക്കാടൻ, അതായത് ഇന്നലെ നമ്മളോട് രാവിലെ ചാഴിക്കാടൻ സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് മുന്നണി ഏതായാലും ജനങ്ങളെല്ലാം തനിക്കൊപ്പമാണ് എന്ന പ്രചരണമാണ് വാക്കുകളാണ് അദ്ദേഹം നൽകുകയും ചെയ്തത്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയാണ്. LDF എന്നോ ഇന്ത്യ മുന്നണി എന്നോ, ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നൊക്കെയായിരുന്നു UDF നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫലത്തിൽ അതേസമയം തന്നെ സാങ്കേതികമായ ദേശീയ തലത്തിൽ ജോസ് കെ മാണി ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരള കോൺഗ്രസ്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഉപയോഗപ്പെടുത്തുക, ഈ മണ്ഡലത്തിൽ ഉപയോഗപ്പെടുത്തുക. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ ഇത് തന്നെയാണോ അവസ്ഥ എന്ന് ഫലത്തിൽ പറയേണ്ടി വരും. BJPക്കും ഇത് വലിയൊരു ആയുധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യം. ഏറ്റവും ഒടുവിൽ കൗതുകകരമായ ഒരു പരസ്യം തോമസ് ചാഴിക്കാടൻ
പത്രങ്ങളിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. താൻ LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി കേരളത്തിലും കോട്ടയത്തെങ്കിലും യാഥാർത്ഥ്യമാകുന്നു. ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണി കേരളത്തിൽ കോട്ടയത്തെങ്കിലും യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഈ പരസ്യത്തിലൂടെ വ്യക്തമാകുന്നത്. LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടനെ വിജയിപ്പിക്കുക എന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യം. അത് സ്വാഭാവികമായും കോട്ടയം മണ്ഡലത്തിൽ ഇന്ന് മുഴുവൻ നാളെയും സജീവമായ ചർച്ചയ്ക്ക് ഇടയാക്കും.